ഹായ് എവ്രി വൺ, വെൽക്കം ടു ബിക്കെയിം ടോക്സ്. കുറേ നാളുകളായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രീ ടൈം ആയിട്ടിരുന്ന് ഒരു വീഡിയോ എടുക്കാൻ സമയമില്ല, എടുത്ത് തരാൻ ആളുണ്ടായിരുന്നില്ല. പിന്നെ ഒരു മെൻ്റലി നമ്മൾ അതിനൊരു പറ്റിയ ഒരു സാഹചര്യത്തിലും ആയിരുന്നില്ല. എനിക്കിങ്ങനെ എല്ലാം ഭയങ്കരമായിട്ട് ഒത്തു വന്നാൽ മാത്രം ചെയ്യുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റിയില്ല. എനിവേ, ഒരു വർഷം തീർന്നു പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോഴുള്ള ആശംസകൾ അഡ്വാൻസ് ആയിട്ട് തരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിനെ കുറിച്ചൊന്നുമല്ല, പക്ഷെ എനിക്കിത് പറയണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ബിക്കോസ് ഞാനും അതിൻ്റെ ഒരു ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഇഷ്യൂസ് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഒത്തിരി ഇഷ്യൂസ് എന്ന് വെച്ചാൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. എല്ലാ കലോത്സവ വേദിയിലും ഒരു അടി അവിടെ നടക്കുന്നുണ്ട്, അല്ലേ? ഒരു കലോത്സവങ്ങൾ ശരിക്കും ഒരു കലാപ ഭൂമി പോലെയാണ്. ഭയങ്കര സങ്കടകരമായൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് കലോത്സവങ്ങളുടെ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് അത് കണ്ടപ്പോൾ സംസാരിക്കണം എന്ന് തോന്നി. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവമൊക്കെ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒത്തിരി പേര് ഞാൻ വീഡിയോ ഇടാത്തതിനൊക്കെ എനിക്കിങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പം ഇടാം. ഈ വെക്കേഷന് നിങ്ങൾക്ക് കുറേ അധികം വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. വെക്കേഷന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ പറയുമല്ലോ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടു പോകും എന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങളാരും എന്നെ വിട്ടു പോകരുത്. ഞാൻ ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്. ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, നിലനിൽക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും പറ്റുന്നില്ല. അതാണ്. സോ എനിവേ, ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്തതാണ്. എൻ്റെ യൂത്ത് ഫെസ്റ്റിവലെല്ലാം കോളേജ് യൂത്ത് ഫെസ്റ്റിവൽസ് ആണ് കേട്ടോ. ഞാൻ സ്കൂളിലധികം, ബിക്കോസ് നവോദയയിലാണ് പഠിച്ചത്. ഇപ്പോൾ JNVയിൽ അങ്ങനെ ഞങ്ങൾക്ക് ആർട്ട് ഫെസ്റ്റിവൽസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഡിഗ്രിക്ക് മഹാരാജാസ് കോളേജിലേക്ക് വന്നപ്പോഴാണ് പിന്നെ കോമ്പറ്റീഷൻസിലധികം പങ്കെടുത്തത്. 2-3 ഇയേഴ്സ്. അത് കഴിഞ്ഞപ്പോൾ അതുമൊക്കെ നിന്നുപോയി. അപ്പം എങ്കിലും അതൊരു നല്ല അനുഭവമായിരുന്നു. ആദ്യത്തെ വർഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ എൻ്റെ ഒരു കോമ്പറ്റീഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടയത്താണ്, മാമൻ മാപ്പിള ഹാളിലാണ്. ഭരതനാട്യമായിരുന്നു. ഫസ്റ്റ് ചെസ് നമ്പർ എൻ്റെ ആയിരുന്നു. നാണം കെട്ട് പോരേണ്ടി വന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരിക്കൽ പോലും കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടില്ലാത്തൊരു വ്യക്തി ആദ്യം ചെല്ലുന്നത് ഭരതനാട്യം കളിക്കാനാണ്. അതും ഇത്രയും വലിയൊരു, അന്ന് വിലാസിനി ടീച്ചർ ഒരു ജഡ്ജായിരുന്നു, അത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം കലാക്ഷേത്ര വിലാസിനി ടീച്ചർ. അപ്പം എൻ്റെ ചെലങ്ക തെറിച്ച് പോയി, അവരുടെ ജഡ്ജസിൻ്റെ ഇടയ്ക്കിലേക്ക് പോയി. പിന്നെ ഇനാഗുറേഷൻ കഴിഞ്ഞ അതേ വേദിയാണ്. അപ്പോൾ സ്റ്റേജിൽ എണ്ണ കിടപ്പുണ്ടായിരുന്നു, ഞാൻ എണ്ണയിൽ തെന്നിപ്പോയി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, ഞാൻ മറന്നുപോയി ഐറ്റം. അങ്ങനെ മഹാമോശമായിട്ട് പെർഫോം ചെയ്തു. അത് സെക്കൻഡ് ഇയർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ എനിക്ക് അവസരം തന്നില്ല. സെക്കൻഡ് ഇയറിൽ അന്ന് അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഫസ്റ്റ് ഇയറിൽ ഭരതനാട്യം മാത്രമേ പോയുള്ളൂ. പക്ഷേ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഭരതനാട്യം, കുച്ചിപ്പുടി, പിന്നെ നാടോടി നൃത്തം, അതുപോലെ ഫാൻസി ഡ്രസ്സൊക്കെ പോയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് സെക്കൻഡ് ഇയറിൽ കുച്ചിപ്പുടി ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു, ഫാൻസി ഡ്രസ്സിന് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. ഫോക്ക് ഡാൻസ് കിട്ടിയില്ല. നമ്മൾ നന്നായി ചെയ്തു, പക്ഷേ പ്രൈസൊന്നും വന്നില്ല. തേർഡ് ഇയറിൽ ഇതുപോലെ നമ്മൾ പോകുമ്പോൾ, മൂന്നാമത് വീണ്ടും ഞാൻ പോകുമ്പം ഭരതനാട്യം ഫസ്റ്റ് ആയിരുന്നു. അതുപോലെ അന്ന് ഫാൻസി ഡ്രസ്സ് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ വർഷമാണ് ഞാൻ ഇൻ്റർ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇനി പറയുന്നത്, ഈ കലോത്സവങ്ങൾ എനിക്ക് വളരെ ടെൻഷനുള്ളൊരു സമയമായിരുന്നു. എന്നെയൊക്കെ പോലെ ഒരു ദാരിദ്ര്യമായിട്ടുള്ള വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ, പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ അന്ന് അത്രയും പണം നമുക്കില്ല ചിലവഴിക്കാൻ. പിന്നെ ടീച്ചറുടെ വീട് ഒത്തിരി ദൂരെയാണ്. ഞാൻ കലാഭവനിൽ പാട്ട് പഠിക്കാൻ ചേർന്നപ്പോഴാണ് എൻ്റെ ഗുരു RLV ദിനേശ് കുമാരി വസന്തൻ എന്ന ടീച്ചറുടെ അടുത്ത് പഠിച്ചു തുടങ്ങുന്നത്. അതിന് മുൻപ് വേറൊരു ടീച്ചറുടെ അടുത്തായിരുന്നു. അപ്പം ആ ടീച്ചർ ഒത്തിരി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ കോമ്പറ്റീഷൻസിന് പോയത്. അപ്പോൾ ടീച്ചറുടെ വീട്ടിലേക്ക് ഒത്തിരി ദൂരമുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന്. എനിക്ക് അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി പഠിക്കണം. പിന്നെ എൻ്റെ ട്യൂഷൻ ക്ലാസ്സുകൾ നടക്കണം. വീട്ടിലേക്കുള്ള വരുമാനം നമുക്ക് കളയാൻ പറ്റില്ല. അപ്പം അതെല്ലാം നമ്മൾ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കാണിത്. വീട്ടിൽ വന്നാൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ആകെ ഒരു 2 മുറികളുടെ കുഞ്ഞു വീട്. അപ്പോൾ അവിടെ നമുക്ക് സ്പേസ് ഇല്ല. അങ്ങനെ ഒത്തിരി പരാധീനതകളിൽ പെട്ട് ഇങ്ങനെ പോയി. പ്രൈസ് കിട്ടിയതൊക്കെ എനിക്ക് അത്ഭുതമാണ്. ഇന്ന് ഞാൻ ഓർക്കുന്നു, കുച്ചിപ്പുടി മത്സരത്തിന് പോകുമ്പോൾ നല്ലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ ടീച്ചറുടെ ഒരു പഴയ ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം. എല്ലാവരുടെയും ഭയങ്കര പട്ട് സാരിയുടെ
കോസ്റ്റ്യൂംസൊക്കെ ആയിട്ട് എനിക്കങ്ങ് സങ്കടവും ഭയങ്കര കുറച്ചിലും ഫീൽ ചെയ്തു. ഭയങ്കരമായൊരു വലിയ വിഷമമായിപ്പോയി. ആ വിഷമത്തിലാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. കയറിയപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ എൻ്റെ മുഖം ചിരിക്കുന്നേ ഇല്ലാത്തൊരു മുഖമാണ് പിറ്റേ ദിവസം പത്രത്തിലും വന്നത്. പക്ഷെ ഞാൻ കുച്ചിപ്പുടി ചെയ്തു, എനിക്ക് ഫസ്റ്റ് പ്രൈസ് വന്നു. ഷെയർഡ് ബൈ സംബഡി എൽസ്, ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരാണ് പ്രൈസ് ഷെയർ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സംഭവമായിട്ട് അത് വന്നു. എനിക്കൊരു അത്ഭുതമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കഷ്ടപ്പാട് കണ്ട് ഈ പ്രപഞ്ചം എന്നാണ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിൽ പ്രൈസൊക്കെ കിട്ടി. അപ്പം ഞാൻ അതിനന്ന് അനുഭവിച്ച ഒരു പ്രഷർ ചില്ലറയല്ല, ഭയങ്കരമായ പ്രഷറാണ്. എൻ്റെ കൂടെ ആരും വരാനുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് അതിനൊന്നും സാഹചര്യം ഉണ്ടായിരുന്നില്ല. താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പം ഞാൻ ഈ ടീച്ചറുടെ കൂടെ തന്നെ, ടീച്ചർ, ഹസ്ബൻഡ്, ഞാൻ, ടീച്ചറുടെ കൊച്ചുകുട്ടി, അവളിപ്പോൾ ഒത്തിരി വലുതായി മോള്, ഞങ്ങൾ 4 പേരും കൂടെ ഒരു ബൈക്കിലിരുന്ന് പോയി. അവർ ഭക്ഷണം വാങ്ങിച്ചു തന്ന്, അങ്ങനെയൊക്കെയാണ് ഞാൻ പോയത്. അതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര രസകരമായ, അല്ലെങ്കിൽ ഭയങ്കര നോവുള്ള, ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മെമ്മറീസാണ്. അപ്പം അങ്ങനെയൊക്കെ പോയി പ്രൈസ് കിട്ടി. 2ാമത്തെ വർഷം ഭരതനാട്യത്തിന് പ്രൈസ് ഫസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ, കുച്ചിപ്പുടിക്ക് കയറുന്നതിന് മുൻപ് RLVയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാൾ, ഭരതനാട്യത്തിന് സെക്കൻഡ് വന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് കുറേ ചീത്ത വിളിച്ചു. എനിക്ക് അയാൾ എന്തൊക്കെയാണ് പറയണമെന്ന് പോലും മനസ്സിലായില്ല. ഞാൻ കാശ് കൊടുത്ത് പ്രൈസ് വാങ്ങിച്ചെന്ന് നമുക്ക് അത്ഭുതം തോന്നൂല്ലേ? കാരണം ജഡ്ജസ് ആരാന്ന് നമുക്ക് അറിഞ്ഞൂടാ. അന്നൊക്കെ പുറത്തുനിന്ന് ആ ജഡ്ജസ് വരുന്നത് യൂണിവേഴ്സിറ്റിക്ക്. അപ്പം പുറത്തുനിന്നുള്ള ജഡ്ജസാണ്. വെളുപ്പിന് 4 മണിക്ക് എന്തോ ആണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. മൂത്രമൊഴിക്കാൻ മുട്ടി ഇങ്ങനെ ഭയങ്കരമായി എനിക്ക് സങ്കടവും ദേഷ്യം. ഇനി ഞാൻ ഒരിക്കലും മത്സരിക്കില്ല എന്ന് വിചാരിച്ച സമയമാണ്. അത്രയ്ക്ക് ദേഷ്യം വന്ന സമയമാണ്. നമ്മൾ തലേ ദിവസം വൈകിട്ട് 7-7:30 കൂടി മേക്കപ്പ് ചെയ്ത് ഇരുന്നിട്ട് ഭക്ഷണമില്ല, മൂത്രമൊഴിക്കാൻ എന്ത് ചെയ്ത ടീച്ചർ സമ്മതിക്കില്ല, ഇത് അഴിച്ചു വേണ്ടേ ചെയ്യാൻ. അപ്പം അതൊന്നും ചെയ്യാതെ പിടിച്ചിരുന്നിരുന്ന് ഉറങ്ങി തൂങ്ങി പോയി സ്റ്റേജിൽ കയറി കളിച്ചാണ്. ഞങ്ങൾ 5:15 5:30 കൂടി തിരിച്ച് ടീച്ചറുടെ വീട്ടിൽ വന്ന് കിടക്കുന്ന സമയം തന്നെ ഫോൺ വന്നു, പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കൊന്നും അറിയില്ല. അതായത് ഓർക്കസ്ട്രക്കാർക്ക് കൊടുക്കാനുള്ള പൈസ തന്നെ 8,000 സംതിങ് രൂപ കഷ്ടപ്പെട്ടാണ് എൻ്റെ പേരൻസ് എനിക്ക് തന്നത്. ഞാൻ എൻ്റെ സാറിന് കൊടുത്തത് നോക്കാം. അപ്പം ഇദ്ദേഹം വന്ന് എന്നെ കൊണ്ടമാനം ചീത്ത വിളിച്ചു, നീ കാശ് കൊടുത്ത് മേടിച്ചതല്ലേടാന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ കുച്ചിപ്പുടിക്ക് നമ്മൾ കയറിയപ്പോൾ എൻ്റെ മനസ്സാകെ ചത്ത പോലെയാണ്, ടെൻഷനായിപ്പോയി. കാരണം ഇത് എന്താ കേൾക്കണേന്ന് മനസ്സിലാവാണ്ട് നമ്മൾ ഭയങ്കര ടെൻഷന് സ്റ്റേജിൽ കയറി. ഒട്ടും നന്നായിട്ട് എനിക്ക് ചെയ്യാനും പറ്റിയില്ല. അത് വന്ന അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പം ഈ പറഞ്ഞ വ്യക്തിയൊക്കെ എൻ്റെ ടീച്ചറെ പരിചയമുള്ളവരാണ്. ടീച്ചറോടും എന്തൊക്കെ ഒച്ചയെടുത്തു, നീയൊക്കെ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഇത്ര മോശമായൊരു സാഹചര്യം ഇതിൻ്റെ പിന്നിലുണ്ട്. കാശ് കൊടുത്ത് സമ്മാനം വാങ്ങിക്കുന്നവരുണ്ട്, അതിനെ പ്രതിഷേധിക്കുന്നവരുണ്ട്, ഇതൊക്കെ നമ്മൾ വളരെ മോശം ലെവലിൽ പ്രതികരിക്കുന്നവരുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്റ്റേജിൽ പലരും വരുന്നത്. അപ്പോൾ ഒരു സമ്മാനം കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ ഒരു മാൽ പ്രാക്ടീസ് നടന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദനയും അപമാനവും ചെറുതല്ല. അതുകൊണ്ട് അത്രമാത്രം പ്രതികരിക്കും, ഭയങ്കരമായി പ്രതികരിക്കും, തല്ലും അടിക്കും ഇടിക്കും, ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പം മത്സരങ്ങൾ ഇങ്ങനൊരു തീച്ചൂളയാണ്. ഇതിൽ നല്ല പണമുള്ളവർ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്, അതിലൊരു സംശയമില്ല. അവർ ഒരുപക്ഷെ നന്നായി കളിക്കുമായിരിക്കും, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതങ്ങനെയാണ്, എൻ്റെയൊക്കെ കേൾവികളിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇഫ് യു ആർ ടാലൻറ്റഡ് ബട്ട് സ്റ്റിൽ സം മാൽ പ്രാക്ടീസസ് ആർ ദർ, സിൻസ് യു ഹാവ് ടു ഗിവ് മണി. എനിക്ക് കിട്ടുമായിരിക്കാം, പക്ഷെ മറ്റുള്ളവൻ ചതിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കും. അങ്ങനെയാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ അത് നടക്കുന്നുണ്ട്, എനിക്ക് വ്യക്തമായിട്ട് അറിയാം, നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പിന്നീട് ഞാൻ ഒത്തിരി എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ട്. ഞാൻ ഇത്ര മോശമാണ് ഒരു യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത്. ഇതിലൊന്നിനും പറ്റാത്ത കുറച്ച് കുഞ്ഞുങ്ങളുണ്ടാവും. അതായത് ഈ അധികം ഹോൾഡില്ലാത്ത ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് അറിഞ്ഞുകൂടാ ഇത് ആരാണ് ജഡ്ജ്മെൻറ്റ്, ആരാണ് ഇത് കൊട്ടേഷൻ പിടിക്കുന്നത്. എനിക്ക് ഇന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ജഡ്ജ്മെൻ്റൊക്കെ കൊട്ടേഷൻ പിടിക്കുവാണ്. ഒരു സംഘടനയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ഡാൻസ് ടീച്ചർ ഇതങ്ങ് മൊത്തത്തിൽ പിടിക്കും. ദേ വിൽ സപ്ലൈ ജഡ്ജസ്. അപ്പോഴാണ് ഈ മാൽ പ്രാക്ടീസസ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രശ്നം, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് അതൊരു ഗവൺമെൻറ് അടിസ്ഥാനത്തിൽ ജഡ്ജസിനെ പുറത്തുനിന്ന് അവർ സീക്രസിയോടുകൂടി എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. ഇപ്പം നമുക്കിപ്പോൾ എപ്പോഴും മദ്രാസിൽ നിന്ന് വിളിക്കാൻ സാധിച്ചോളണം എന്നില്ല, എങ്കിൽ പോലും നമുക്കതിനകത്തൊരു സീക്രസി നമുക്ക് സൂക്ഷിക്കാം, അല്ലേ? ഒരു ഗവൺമെൻറ് തലത്തിൽ ഒരു ഇതാർക്കും കൊടുക്കാതെ അവർ തന്നെ ഉത്തരവാദിത്വം എടുത്ത് ജഡ്ജസിനെ കണ്ടെത്തി ആ ജഡ്ജസിനെ ആ സമയത്ത് മാത്രം റിവീൽ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ജഡ്ജസ് പിന്നെ ആരോടെങ്കിലും ഞാനാണ് ജഡ്ജ്, നിങ്ങൾ എനിക്ക് കാശ് തന്നോ എന്നൊക്കെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ
അത് അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് സംവിധാനങ്ങൾ വേണം. അപ്പം അതല്ലാതെ ഈ ഒറ്റയടിക്ക് ഇത് മൊത്തം കൊട്ടേഷനായിട്ട് ഒരാളിലേക്ക് പോകുന്ന, അപ്പോൾ അവരെല്ലാത്തിനും പോകും. അത് ഡാൻസ്, ചിലർ ഡാൻസ് മാത്രമല്ല മ്യൂസിക് ഐറ്റംസും എല്ലാത്തിനും ഇങ്ങനെ കൊട്ടേഷൻ എടുക്കും. എന്നിട്ട് ഡാൻസ് ടീച്ചേഴ്സ് വേണേൽ മ്യൂസിക്കിലിരിക്കും, മ്യൂസിക്കുകാർ ഡാൻസിലിരിക്കും. നമ്മൾ ഓഡിയോ ഒക്കെ കേട്ടില്ലേ അടുത്തിടയ്ക്ക്, എനിക്കത് അറിഞ്ഞുകൂടാ, ആ സാരമില്ല പോയിരുന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഡാൻസിൻ്റെ ടീച്ചറാണെങ്കിൽ ഇച്ചിരി നല്ല പട്ടുസാരിയെ കൊടുത്ത് ജുംക്കയൊക്കെ ഇട്ട് നിന്നിരുന്നാൽ ഒരു ഡാൻസ് ടീച്ചറുടെ ഫീല്. ഇതൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രവണത ഇത് വളരെ മോശമാണ്. നമ്മൾക്കിതൊരു കോമ്പറ്റീഷനായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ശരിക്കും നല്ലതാണ്. കാരണം ഇത്രയും കുട്ടികൾ ഡാൻസ് പഠിക്കുന്നത് എന്തിനാണെന്നറിയാം, ഈ മത്സരരംഗം ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം ഡാൻസ് ഇവിടെ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ പല ഡാൻസ് ടീച്ചേഴ്സിനും കുട്ടികളുണ്ടാവില്ല. നമ്മൾ ഈ മത്സരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര പേരാണ്, നല്ല പൈസ മേടിച്ചെടുക്കും. അത് മേടിച്ചോട്ടെ എന്ന് ഞാൻ പറയാം, അത് വേറൊരു വിഷയം, നമുക്ക് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യാം. ഡാൻസ് ടീച്ചേഴ്സിന് അത്യാവശ്യം പൈസയൊക്കെ കൊടുക്കണം, അതിനൊരു അത്യാവശ്യം ഒരു ലിമിറ്റൊക്കെ ഉണ്ട്, അങ്ങനെ വാങ്ങിക്കാം. പിന്നെ ഭയങ്കരമായ എക്സ്പെൻസ്. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കുറച്ച് തുണിയിൽ ഈ ആദ്യത്തെ വർഷം കുച്ചിപ്പുടിക്ക് ടീച്ചറുടെ ഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമത്തെ വർഷം ഭരതനാട്യം ഫസ്റ്റ് പ്രൈസിന് കയറുമ്പോൾ 350 രൂപയുടെ ഒരു കസവിൻ്റെ സെറ്റ് സാരി പോലത്തെ 350 രൂപയുടെ ഉടുത്തിട്ടാണ് ഞാൻ പ്രൈസിന് അന്ന് സ്റ്റേജിൽ കയറിയത്. ഒന്നും തന്നെയില്ല, ടീച്ചറാ പറഞ്ഞാൽ നമുക്കത് മതി എന്നൊരു ഓറഞ്ച് ബോർഡറുള്ള ഒരു സെറ്റ് സാരി, അതാണ് നമ്മൾ ഉടുത്തത്. അപ്പോൾ ഇതൊന്നും ഒരു വിഷയം അന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ പെർഫോമൻസ് വൈസാണ് നമ്മളൊക്കെ കയറി വന്നതെന്ന് തന്നെ പറയണം. ഞാനൊക്കെ ഇങ്ങനെ അധികം നല്ല ഭക്ഷണം പോലും ഇല്ലാണ്ട് മെലിഞ്ഞൊരു രൂപം. ഇപ്പോഴും ക്യാമറമാൻ എൻ്റെ അടുത്ത് പിറ്റേന്ന് ഇതിന് ചോദിക്കാൻ വന്നപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലം എന്തിനുള്ള എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സംസാരിക്കണ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സിന് 60,000 ജുവലറിക്ക് ഇത്രയായി. എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, എന്താണ് ഇത്രയധികം ഇവരിതിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. മിസ് സത്യഭാമയുടെ ഒരു ഇൻ്റർവ്യൂവിൽ, ടീച്ചറുടെ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ അവർ പറഞ്ഞു, പ്രൈസ് ജഡ്ജ്മെൻറ്റിൽ കളർ ഒരു ഫാക്ടറാണ്. കളർ ഒരു ഫാക്ടർ തന്നെ ആയിരുന്നു, നിറം. എൻ്റെ അടുത്ത് ഒരു ടീച്ചർ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാം നല്ലതാണെങ്കിൽ ലാസ്റ്റ് അതും നോക്കുന്നു. മനസ്സിലായോ? എല്ലാം നല്ല ഒരു 2-3 കുട്ടികൾ നന്നായിട്ട് കളിച്ചു എങ്കിൽ ഏത് കുട്ടിയുടെ ഡ്രസ്സാണ് നല്ലത്, ഏത് കുട്ടിക്കാണ് സൗന്ദര്യം കൂടുതൽ, ഏത് കുട്ടിയുടെ പൂവാണ് നല്ലത്, ഇതൊക്കെ നോക്കും. ഇങ്ങനെ എല്ലാം നോക്കിയിട്ടാണ്. കാരണം അതൊരു മത്സരമാകുമ്പോൾ ഇവർക്ക് ഇതൊക്കെ ക്രൈറ്റീരിയ ആയിരിക്കാം. ഞാനതിനൊരിക്കലും തള്ളി പറയില്ല. കാരണം എങ്ങനെയാണൊരു മത്സരം ഫൈനലിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് നോക്കുക? അപ്പം അതിൻ്റെ പ്രശ്നം അതപ്പോൾ അവർ പറഞ്ഞത് ശരി തന്നെയാണ്, അങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കണ്ടില്ലേ, സൗന്ദര്യമില്ലാത്തതുകൊണ്ട് സമ്മാനം കൊടുത്തില്ല എന്നും പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായത് കണ്ടില്ലേ. അപ്പോൾ അതൊരു ഫാക്ടറാണ്. അത് ഈ ജഡ്ജ്മെൻറ്റിൽ ചെന്നിരിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അംഗസൗഷ്ഠവം ആകാര സുഷമ എന്ന് പറയുന്നത് ഒരു മാർക്കിങ്ങിന് ഒരു കോളമുണ്ട്, ആകാര സുഷമ. അതായത് ശരീരം കൊണ്ട് ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു ഭംഗി, ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗി, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കളഞ്ഞേച്ചൊരു ജഡ്ജ്മെൻറ്റ് നടക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടാ, കളി മാത്രം നോക്കിയേച്ച്. പക്ഷെ ജുവല്ലറിയുടെ റേറ്റ് കൂടുന്തോറും നമ്മളുടെ പുകഴ്ച കൂടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഹൗ കുഡ് ഇറ്റ് ബി പോസിബിൾ? ഇപ്പം നമ്മൾ ഈ അടുത്തിടയ്ക്ക് വെഡ്ഡിങ്ങിനൊക്കെ കണ്ടിട്ടില്ലേ, അതായത് ഫാൻസി ജുവല്ലറി കിട്ടും, അല്ലാണ്ട് ഒറിജിനൽ ജുവല്ലറി അല്ല, ഫാൻസി ജുവല്ലറി നന്നായി വാടകയ്ക്ക് കിട്ടും. അത് ധരിച്ച് നല്ല കല്യാണം, നല്ല ഭംഗിയായിട്ട് വെഡ്ഡിങ് നടക്കും. അതുപോലെ അപ്പം നമുക്ക് ഈ ഭയങ്കര റേറ്റിലേക്ക് പോകണേ എന്തിനാണ്? അപ്പോൾ അതൊരു ഫാക്ടർ. ഇപ്പം ഞാൻ പറഞ്ഞത് ജഡ്ജ്മെൻറ്റിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് തെറ്റുമാണില്ല, കാരണം എന്ന് വെച്ചാൽ ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ അതിലങ്ങനെയൊക്കെ വരും. അപ്പോൾ ഒരു നന്നായി കളിച്ച കുട്ടിയുടെ ഒരു ജുമുക്ക താഴെ പോയാൽ പോയി, പ്രൈസ് പോയി. അപ്പോൾ ഒരു ജുമുക്ക പോയപ്പോൾ എന്താ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ കാരണം ഇത് കട്ടക്ക് കളിക്കൂലേ സ്റ്റേറ്റിലൊക്കെ ചെല്ലും. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഗവൺമെൻറ് തലത്തിലേക്ക് മാറ്റേണ്ടി വരും. കാരണം ഈ കളികൾ ഒരിക്കലും നിൽക്കില്ല. കാശ് കൊടുത്തിട്ടായാലും സമ്മാനം മേടിക്കാം എന്ന് പേരൻസിന് ചിന്തയുള്ളിടത്തോളം കാലം ഇതിന് മാറ്റമില്ല. എല്ലാ പേരൻസും എൻ്റെ കൊച്ചിന് അങ്ങനത്തെ പ്രൈസ് വേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഒരു ടീച്ചർക്കും അത് ചെയ്യേണ്ട കാര്യമില്ല. ടീച്ചേഴ്സ് കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കൂലല്ലോ. പിന്നെ നമ്മുടെ ഡാൻസ് ടീച്ചേഴ്സ് എല്ലാം കുറച്ചും കൂടെ അപ്പോൾ പലരും പറയുന്നത് വെച്ചാൽ ഞാൻ ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ പ്രൈസ് പോകണ്ട. പ്രൈസ് വന്നു കഴിഞ്ഞ് ഫ്ലെക്സ് വെച്ചാൽ ടീച്ചർക്ക് നല്ല പബ്ലിസിറ്റിയാണ്, കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വരും. അതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. എൻ്റെ കഴിവ് തെളിയിക്കാൻ ഒരു കുട്ടിയുടെ സമ്മാനം മേടിക്കുന്നത് മാത്രമാണ് മാർഗം എന്നുള്ളൊരിതിലേക്ക് വരികയാണ്. ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും അതൊരു കാര്യം തന്നെയാണ്. കാരണം സമ്മാനം കിട്ടുന്ന ടീച്ചർക്ക് ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ടീച്ചർക്ക് പറയുന്ന പൈസയാണ് അതിൻ്റെ കിട്ടുക. എൻ്റെ അടുത്ത് പിള്ളേർ പഠിക്കുന്നുണ്ട്, പഠിച്ചോട്ടെ, പോയി മത്സരിച്ചോട്ടെ. ഞാൻ ആ റെഗുലർ ഫീസിൽ തന്നെ ഉള്ളതാണ് അവരെ മേടിക്കുന്നുള്ളൂ. എന്നെക്കൊണ്ട് കൂടുതൽ അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. സമ്മാനത്തിന് വേണ്ടി ഒരു ചുക്കും ഞാൻ ചെയ്യില്ല, നോർമൽ പഠിപ്പിക്കൽ മാത്രമേ പഠിപ്പിക്കൂ. അവരും പോയി മത്സരിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്.
അതിനുവേണ്ടി കാശ് കണ്ടമാനം ചിലവാക്കാനൊന്നും പറ്റില്ല. ഞാൻ തല്ലുണ്ടാക്കാനും പോവില്ല. ഒരു ജഡ്ജ്മെൻറ്റിന് ഒരിക്കൽ ഞാൻ പോയി. അന്ന് നമ്മൾ ജഡ്ജ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു ടീച്ചറുടെ ഒരു സാറ്, അതായത് ഒരു ഡാൻസ് മാഷിൻ്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. എനിക്ക് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പബ്ലിക്കായിട്ട് നമ്മളെ ചീത്ത വിളിക്കുക, നീ എന്താ ചെയ്ത്, സോ മെനി തിങ്സ്, എനിക്ക് പറയാൻ ഇഷ്ടമില്ല. അങ്ങനെയൊക്കെ വിളിച്ചു പോകും. അപ്പോൾ ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. എനിക്ക് കലി വന്നപ്പോൾ ഞാൻ തിരിച്ചും പറഞ്ഞു. പക്ഷേ അങ്ങനെ നമ്മൾ മിണ്ടാൻ പാടില്ല, ജഡ്ജസ് സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതെനിക്കറിയില്ല. അപ്പം ഞാൻ പിന്നെ ജഡ്ജ്മെൻറ്റിന് പോയിട്ടുമില്ല, പോവുകയുമില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ല അത് ചെയ്യാനായിട്ട്. കാരണം കുഞ്ഞുങ്ങളല്ലേ, നമ്മൾ ഈ 10-18 ഭരതനാട്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം 40-50 ഭരതനാട്യം കാണുമ്പോൾ ഇതിൽ ആർക്ക് പ്രൈസ് പോവും? എനിക്കിപ്പോഴും അതിന് ജഡ്ജ്മെൻറ്റിൽ ഇരിക്കുന്നവരെ ഞാൻ തൊഴും. കാരണം അത് എങ്ങനെ നമുക്ക് പറ്റും? എങ്ങനെ ഇതിനകത്ത് ഏറ്റവും ഒരു ഭയങ്കര, നമ്മളാരും മെഷീൻസ് അല്ല, ഇതിപ്പോൾ AI വെച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മളിത് ചെയ്യണേ അല്ലേ. കുറേ കഴിയുമ്പോൾ നമുക്ക് മടുക്കും. ജഡ്ജസിൻ്റെ മൂടൊക്കെ ഒരു വലിയ ഇതാണ്. തുടക്കത്തിലൊക്കെ നമുക്ക് നല്ല രസം തോന്നും, പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ മടുക്കും. ലാസ്റ്റ് ആകുമ്പോൾ തീരാറായെന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സന്തോഷം വരും. അപ്പോൾ നമ്മൾ കുറേ കൂടെ കാര്യമായിട്ടിരിക്കും. ഇതൊക്കെ ഉണ്ട് ഇതിൽ. അല്ലാണ്ട് എല്ലാ ഐറ്റവും കൃത്യമായിട്ട് കണ്ട് ജഡ്ജ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കില്ല. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് ഈ കണ്ട 10-50 ഐറ്റം ഒന്നും ഒരിക്കലും വരികയും ചെയ്യരുത്. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡാൻസ് അല്ലെങ്കിൽ മ്യൂസിക് എന്നൊക്കെ പറയണത് കുറച്ചും കൂടെ അതിനെ ആത്മാർത്ഥമായിട്ട് കാണാൻ ഒരു ട്രെയിനിങ് പിള്ളേർക്കും കൊടുക്കണം. ഇത് പിള്ളേരിൽ നിന്ന് പറയുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി പറഞ്ഞ്, നിങ്ങൾ കുറേ നാൾ മുമ്പ് അവർ പറഞ്ഞു, അതായത് നവ്യ നായരുടെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, ആ കുട്ടി ഒന്നും ചെയ്തില്ല എന്ന് പണ്ട് നവ്യ നായർ കലോത്സവത്തിൽ അമ്പിളി ദേവിയെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതായത് അവൾ ഒന്നും ചെയ്തില്ല, വെറുതെ അവൾക്ക് പ്രൈസ് കൊടുത്തു. നവ്യ നായർ ഇപ്പം പറയുന്നു, ഞാൻ അന്ന് ആ കുട്ടി അങ്ങനെ പറഞ്ഞെങ്കിൽ ആ കുട്ടി അന്ന് എന്താ ചെയ്തതെന്ന് പോലും ഞാൻ കണ്ടില്ല എന്ന്. അതായത് കാണാതെയാണ് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോവാണ്. അപ്പോൾ കുട്ടികളെ കൂടെ അങ്ങനെ ശത്രുതയിലേക്ക് സംസാരിക്കാനും പറയാനും ഉള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. പലപ്പോഴും ഡാൻസ് ടീച്ചേഴ്സ് പ്രതികരിക്കുമ്പോൾ നല്ലതാണ് പ്രതികരിക്കുന്നത്, പക്ഷെ അവർ പ്രതികരിക്കുന്ന രീതി പലപ്പോഴും മോശമായിട്ടാണ് എനിക്ക് തോന്നാറ്. പക്ഷെ അതിന് ഭയങ്കര അപ്രീസിയേഷൻസ് കിട്ടി. ഇങ്ങനെ പറയണം സാറേ, തല്ലണം സാറേ, അടിക്കണം സാറേ എന്ന്. നമ്മൾ തല്ലാനും അടിക്കാനും ഒന്നും വേണ്ടിയല്ല നമ്മൾ ആർട്ടിസ്റ്റുകളാവുന്നത്. നമുക്കൊരു കൾച്ചർ കൂടെ ഇല്ലേ, ഒരു ആർട്ടിസ്റ്റിക് കൾച്ചറെന്നും കൂടെ ഉള്ളതില്ലേ. നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ. നമുക്ക് പ്രതിഷേധിക്കാം, നമുക്ക് പറയാം ഇത് കൊള്ളൂല ഇങ്ങനെയാണെന്നുള്ളതൊരു പക്ഷെ ഇങ്ങനെ നമ്മൾ പറഞ്ഞാലേ നമ്മളെ ശ്രദ്ധിക്കൂ, ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യൂ, അധികൃതർ ഇടപെടൂ എന്നൊക്കെ ഉള്ളത് ശരിയായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യണേ. പക്ഷെ അത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. ഒരു ഡാൻസ് ടീച്ചർ ഒരു ഭയങ്കര നിലവാരം കുറഞ്ഞ രീതിയിൽ പെരുമാറുന്നു, ചീത്ത വിളിക്കുന്നു, നീയൊക്കെ എന്താടി മറ്റാടി മറിച്ചാടി എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്കൊരു വിഷമമില്ലേ അങ്ങനെ കാണുമ്പോൾ? എനിക്ക് ഒരു വിഷമമാണ് അതൊക്കെ കാണുമ്പോൾ തോന്നുന്നു, ഇവരൊക്കെ എന്തായി പറയണം. കാരണം ജനം കാണുകയാണ്. നമ്മളെല്ലാം എന്ത് പറഞ്ഞാലും നമ്മൾ ടീച്ചേഴ്സാണ്. ഡാൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സാണ്. അപ്പം നമ്മൾ എന്ത് കൾച്ചറാണ് ഇവർക്ക് കൊടുക്കണം? നമ്മൾ പിള്ളേരോട് പറയണം, അടിക്കണം, നമ്മളവരെ പിടിക്കണം, നമ്മളവരെ കൊല്ലണം, ചെയ്യണം. ഒരു സങ്കടകരമായ അവസ്ഥ. എന്തിനാ ഒരു സമ്മാനം കിട്ടാൻ? ഒരു സമ്മാനം കിട്ടാൻ വേണ്ടിയാണ്. കാര്യം ശരിയാണ്, നമ്മൾ ഒത്തിരി എഫേർട്ട് ഇട്ടാണ്, നമ്മൾ കഠിനമായി കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ചിരുന്ന് പഠിച്ചിട്ട് പാസ്സാവാത്ത പരീക്ഷകളില്ലേ, നമ്മളപ്പോൾ ആരെയും ചീത്ത വിളിക്കുക? അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മളിതൊക്കെ സംഭവിക്കും. അപ്പോൾ കുറേ കൂടെ കുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് വരാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം കോമ്പറ്റീഷൻസിൽ. കാരണം കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കണം. എന്തിനാ ഫോർ ദ സേക്ക് ഓഫ് കണ്ടക്റ്റിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യരുത്. ഇതുള്ളത് കൊണ്ടാണ് ഒത്തിരി പുതിയ കലാരൂപങ്ങളൊക്കെ വന്നിട്ടില്ലേ. ഇതൊക്കെ നല്ലതല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. പുതിയ പാട്ടുകൾ, പുതിയ ഡാൻസ് രൂപങ്ങൾ, നാടൻ രൂപങ്ങളൊക്കെ വന്നു. അത്ര രസമാണ് പിള്ളേർ ചെയ്യണം കാണാൻ. അത് ഇത്തിരി സ്കില്ലോട് കൂടിയാണ് അവരത് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഡാൻസൊക്കെ അങ്ങനെയാവണം. ദയവ് ചെയ്ത് നമ്മൾ ഡാൻസ് ടീച്ചേഴ്സ് കാശ് കൊടുത്ത് ഞാൻ വാങ്ങിക്കും. പിന്നെ ഇങ്ങനെ ചുമ്മാ മാൽ പ്രാക്ടീസസ്, നീ പോയി ഇരിക്കടി, നീ നിനക്ക് അറിയില്ലെങ്കിലും പോയി അവിടെ, ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ വളരെ മോശമാണ്. നിലവാരം താഴെ പോവാണ്. നമ്മുടെ ആസ് എ പേഴ്സൺ നമ്മുടെ ക്യാരക്ടർ ഒരു അസാസിനേഷനാണ്. അത് നമ്മുടെ സ്വഭാവ ഹത്യ. ഒരു ടീച്ചർ എന്ന നിലയിൽ ഇങ്ങനെയല്ലേ ജനം നമ്മളെ വിലയിരുത്തണം. എല്ലാ ടീച്ചർമാരും ഇങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്. കുട്ടികളോട് ഇപ്പോൾ അതാണ് പറയാനുള്ളത്. നമ്മൾ പഠിക്കുക, ഡാൻസൊക്കെ ഇഷ്ടപ്പെട്ട് പഠിക്കുക, ചെയ്യുക, പെർഫോം ചെയ്യുക. പ്രൈസ് എന്നുള്ളതിനേക്കാൾ കിട്ടിയാൽ നല്ലതാണ്, വളരെ നല്ലതാണ്. നിങ്ങളുടെ കഷ്ടപ്പാട് ചെറുതല്ല. പ്രത്യേകിച്ചും ഗ്രൂപ്പ് ഐറ്റംസൊക്കെ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, അത് കാണുമ്പോൾ അറിയാം. എന്നാൽ പോലും നമുക്കൊരു മാന്യത അത് നമ്മൾ സൂക്ഷിക്കണം അല്ലേ. പ്രതികരിക്കണ്ട എന്നല്ല, പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. അതിനുള്ള നല്ല മാർഗം നോക്കുക. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ ഒത്തിരി ഭേദം ഇൻസ്റ്റഗ്രാമൊക്കെയാണ്. കാരണം നമ്മൾ എന്തിട്ടാലും അത് കാണാൻ ആളുണ്ട്, നല്ലതാണെങ്കിൽ കാണാൻ ആളുണ്ട്, കാശ് അധികം ചിലവില്ലാത്ത നല്ല അപ്രീസിയേഷൻസ് കിട്ടും. നമ്മൾ ചിലപ്പോൾ വലിയ സ്റ്റാറായിട്ട് മാറും.
സോഷ്യൽ മീഡിയ സ്റ്റാർ ആവാം, ഇൻഫ്ലുവൻസർ ആവാം, ഒക്കെയുണ്ട്. ഈ ഇത്രയും തല്ലുണ്ടാക്കാൻ പോകുന്നതിനേക്കാൾ ഭേദം അതാണ്. ചിലപ്പോൾ ഡാൻസിനൊന്നും കൊടുക്കുന്ന വേദികൾ പോലും നല്ലതല്ല, നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ എല്ലാ ജില്ലയിലും ഈ അടിയിടിയും പ്രശ്നങ്ങൾ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഡാൻസ് ടീച്ചേഴ്സൊക്കെ അന്ന് നമ്മളെ കൊന്ന് എന്തിനാണ് ഇത്രയും ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ ചോയ്സാണ്. എനിക്കിത് പറയണം തോന്നി. ഇങ്ങനെയൊന്നും ചെയ്യാതെ 1-2 സമ്മാനങ്ങൾ കിട്ടിയതിലുള്ളൊരു സന്തോഷം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രപഞ്ചമായിട്ട് നമുക്ക് തന്നു, നമ്മൾ പങ്കെടുത്തു, കിട്ടി. ഒന്നും കിട്ടിയില്ല എന്ന് വന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരാശ്വാസമുണ്ട്. സോ സീ യു നെക്സ്റ്റ് ടൈം. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതൊരു ജനറൽ ടോക്കായിട്ട് മാത്രം കരുതുക. കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് വാച്ചിങ് മീ ഓൺ യൂട്യൂബ്. താങ്ക് യു.